കാർ ക്ലീനിങ്ങിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്റീരിയർ ക്ലീനിങ്ങും കാർ സ്പ്രേ ആപ്ലിക്കേഷനുമാണ് കാണാൻ പോകുന്നത്. ഇന്റീരിയർ ക്ലീനിങ്ങിനായിട്ട് ഞാൻ എടുത്തത് ഷൈനിക്സ് പ്രോയുടെ ഇന്റീരിയർ ക്ലീനറും അതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്തുകളുമാണ്. ഇന്റീരിയർ ക്ലീനർ കാറിന്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാറിന്റെ അകത്ത് ഇടുന്ന മാറ്റുകളെല്ലാം പറക്കി പുറത്തിട്ടു. അതിനുശേഷം ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്ത് കാറിന്റെ അകത്ത് ഫ്ലോറൊക്കെ അടിച്ചുവാരി വിട്ടു. അടുത്തതായിട്ട് ഞാൻ ചെയ്തത് കാറിന്റെ സ്റ്റിയറിംഗിലും ഫ്രണ്ട് ഏരിയയിലൊക്കെ സ്പ്രേ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് തുടച്ചു വിട്ടു. ഈ സെയിം കാര്യം തന്നെ വണ്ടിയുടെ ഇന്റീരിയറിൽ ചെയ്യാൻ പറ്റുന്നിടത്ത് എല്ലാം ചെയ്തു. അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് നല്ല സമയമെടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. വണ്ടിയുടെ ഡാഷ്ബോർഡിന്റെ അകത്ത് എലിയുടെ സ്മെല്ലുണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തു. പിന്നെ വണ്ടിയുടെ ബൂട്ട് സ്പേസിലും അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നുകൊണ്ട് എന്നാൽ കഴിയുന്നതൊക്കെ അവിടെ ക്ലീൻ ചെയ്തു. പിന്നെ അടുത്ത പരിപാടി വണ്ടിയുടെ മാറ്റെല്ലാം കൂടെ എടുത്ത് കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടു. നല്ല ടൈം എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വണ്ടിയുടെ ഇന്റീരിയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. മാത്രമല്ല വണ്ടിക്കകത്തുനിന്ന് ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടൊരു ഓർഡറും വരുന്നുണ്ട്. വണ്ടിക്കകത്ത് എപ്പോഴും നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ നല്ല സ്മെല്ല് വേണം. അതിനായിട്ട് ഞാൻ എടുത്തത് അരോമ പ്യൂറിന്റെ കാർ സ്പ്രേ ആണ്. ഈ സ്പ്രേയുടെ കൂടെ ഒരു ഹാങ്ങിങ് കാർഡും കൂടെ കിട്ടുന്നുണ്ട്. അതിന്റെ ടാഗ് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വണ്ടിയുടെ റിയർ വ്യൂ മിററിൽ തൂക്കിയിടണം. സ്പ്രേ ഉപയോഗിക്കുന്നതിന് മുമ്പേ നന്നായിട്ട് ഷേക്ക് ചെയ്യണം. അതിനുശേഷം കാർഡിലേക്ക് സ്പ്രേ അടിക്കണം. 3 to 4 ടൈംസ് ആണെങ്കിൽ മൈൽഡ് ആയിട്ടും 5 to 7 ടൈംസ് ആണെങ്കിൽ മീഡിയം ആയിട്ടും 8 to 10 ടൈംസ് ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടും ഫ്രാഗ്രൻസ് ഉണ്ടാവും. വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ കാറിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്യാന്നുള്ളതാണ്. ഇതുകൂടാതെ ഞാൻ വണ്ടിയുടെ ബൂട്ട് സ്പേസിലും എലി കയറുന്ന ഹോളിലും അതുപോലെ തന്നെ AC വെന്റുകളിലും കൂടെ സ്പ്രേ അടിച്ചു. ഡാഷ്ബോർഡിൻ്റെ അകത്തുനിന്ന് എലിയുടെ സ്മെല്ല് ഒഴിവാക്കാനായിട്ട് അവിടെയും സ്പ്രേ ചെയ്തു. ഇപ്പോൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഒരു പ്ലസന്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ഫ്രഷ്നർ തീർന്നിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതും മാറ്റി. ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത ഭാഗത്തേക്ക് കാണാം. അതുവരേക്കും ബൈ.